ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലാണ്. ഇവിടെ കുറച്ച് അമ്പലങ്ങളും കുറച്ച് കടലും അങ്ങനത്തെ കുറച്ച് ചില്ലറ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ശ്രീലങ്കയിലെ ജാഫ്നയിലെ കടലിൻ്റെ നടുക്ക് കൂടി ഞാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറവും പിന്നെ വെള്ളമാണ്. ഇത് അങ്ങോട്ട് കിലോമീറ്റർ കണക്കിന് നീളത്തിൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് ആ കാണുന്നത്. റോഡ് എത്ര ദൂരം എനിക്ക് റോഡ് അങ്ങനെ ദൂരം ജാഫ്നയിൽ നമ്മുടെ ജാഫ്നയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാഗർകോവിൽ എന്ന സ്ഥലത്തേക്ക് ഒരു കപ്പൽ യാത്ര. ആ ഒരു പരിസരമാണ്. ഇതിൻ്റെ അപ്പുറം ഈ കടലിൻ്റെ അക്കരയാണ് നമ്മുടെ നാഗർകോവിൽ. കണ്ടില്ലേ? അതോ അങ്ങനെ അപ്പുറം കാണൂല. ഇതാണ് ആ ഭാഗമുള്ളത്. ഈ സാൻഡി ബീച്ച് വിശാലമായ കടൽ. ഭയങ്കര കാറ്റാണ് ഇവിടെ. നാഗർകോവിലല്ല കേട്ടോ, എനിക്ക് മാറിപ്പോയതാ. നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ നിന്ന് പിന്നെ ശ്രീലങ്കയിലെ കങ്കേശൻ തുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ ബോട്ട് സർവീസ് ഉള്ളത്, ഫെറി സർവീസ് ഉള്ളത്. നമ്മുടെ ലക്ഷദ്വീപിലുള്ള ആ വലിയൊരു ഇതുണ്ടല്ലോ, ദ്വീപ് ടു ദ്വീപ് സർവീസ് നടത്തുന്ന അങ്ങനത്തെ വാഹനമാണ് ഇവിടേക്കുള്ളത്. ഈ ഫെറി സർവീസ് ലക്ഷദ്വീപിൽ നിന്ന് പിന്നെ ലക്ഷദ്വീപിൽ ഓടുന്ന അത് വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഓട്ടുന്നതെന്നാണ് പിടുത്തം കിട്ടിയത്. ഇവർക്കൊന്നും അത്ര വലിയ പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ പൊതുവെ ആളുകൾ കുറവാണ് ആ സർവീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വലിയൊരു കോവിലുണ്ട്, അമ്പലം. ആ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് മാത്രമാണ് ഈ കാണുന്നത്. പണ്ട് നമ്മുടെ താജ്മഹലിൻ്റെ ഇടക്ക് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു എൻട്രൻസ് ഉണ്ടല്ലോ, 4. അതേപോലത്തെ ഈ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു എൻട്രൻസാണ് ഈ കാണുന്നത്. ഇഷ്ടികൻ്റെ കളറിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇഷ്ടികൻ്റെ ആ കളറാണ്. ഇതധികം പഴക്കമല്ല, പുതിയതാണിത്. India. ഞാനിപ്പം ഓട്ടോ ഇറങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ അമ്പലവും പരിസരവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചും ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ആമക്ക് പ്രസിദ്ധമായ നാടാണ് ഈ ശ്രീലങ്ക. അവിടെ വലിയൊരു ആമൻ്റെ മോഡലിൽ ഒന്നുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് എത്തിക്കുന്ന എന്തോ ഒരു സാധനമുണ്ട്. ഇത് ജാഫ്നയിലെ കടൽ ഇങ്ങനെയാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. ഇതിൻ്റെ ലാസ്റ്റ് അറ്റത്തെ ഭാഗമാണ് ഏത് നമ്മുടെ നാഗർകോവിൽ, ജാഫ്നൻ്റെ മറ്റേ ഭാഗമാണ്. ഇതിലൂടെ ഇവിടെ ഫെറി സർവീസ് ഉണ്ട്. ലക്ഷദ്വീപിലുള്ള ഹൈ സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സർവീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ജാഫ്ന ടു നാഗർകോവിലാണുള്ളത്. അപ്പോൾ ഇതാണ് ജാഫ്നയിലെ കടൽ. നല്ല പ്യുവർ ക്രിസ്റ്റൽ വാട്ടറാണിത്. നമ്മൾ കാണുന്നേ ഒന്ന് നോക്കിക്കോളൂ.
പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ അധികം തിരയില്ല. ഇവിടെ തിര കുറവാണ്. ഈ കടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കോവിലുണ്ട്, ഒരു അമ്പലമുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാറ്റാടി മരങ്ങളാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഈ ശ്രീലങ്കയിലെ വാട്ടർ. അങ്ങ് ദൂരെ കണ്ടില്ലേ, ചെറിയ ഒരു ദ്വീപ് പോലത്തൊരു സംഭവമുണ്ട്. അതിൽ ആൾത്താമസമൊന്നുമില്ല, കടലിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. നമ്മുടെ ലക്ഷദ്വീപിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു കളർ തന്നെയല്ല, പക്ഷേ ലക്ഷദ്വീപിൽ വേറെ നീലയും പച്ചയും കൂടിയ കളറാണ്. ഇവിടെ അങ്ങനെയല്ല, വൈറ്റ് കളറാണ്. ഞാൻ നാഗർകോവിൽ എന്ന് പറഞ്ഞിരുന്നല്ലോ, നാഗർകോവിലല്ല, നാഗപട്ടണം അതാണ് ഇതിന്റെ അപ്പുറത്തുള്ളത് കേട്ടോ. ഇത് ജാഫ്ന തീരാണ്. ഇവിടെ നല്ല ക്രിസ്റ്റൽ വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ അറ്റത്ത് മറ്റേ ഭാഗം ഇന്ത്യ, നാഗപട്ടണം, അതാണ് ഇതിന്റെ മറുഭാഗം ഉള്ളത്. നല്ല ക്രിസ്റ്റൽ വാട്ടറാണ്. നല്ല മീനൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടില്ല, അങ്ങനെ ഇതിലൂടെ ഇപ്പോൾ ഫെറി സർവീസ് ഉണ്ട്, ഹൈ സ്പീഡ് ബോട്ട്. ലക്ഷദ്വീപിലൊക്കെ ഉള്ള ദ്വീപ് ടു ദ്വീപ് ഓടുന്ന മോഡലുള്ള ഹൈ സ്പീഡ് ബോട്ട് ഉണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോവിലുണ്ട്, ഒരു അമ്പലമുണ്ട്. കണ്ടില്ല, ഈ കാണുന്ന അമ്പലമാണ്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ഈ ജാഫ്നയിൽ പൊതുവെ ടൂറിസ്റ്റേഴ്സ് അധികം ഒന്നും വരാത്ത സ്ഥലമാണ്. നമ്മുടെ പഴയ പ്രഭാകരന്റെ നാടാണ്. തമിഴ് സംസാരിക്കുന്നവർ ഇവിടെയാണ് കൂടുതലുള്ളത്. സിംഹള ഭാഷ, ശ്രീലങ്കൻ്റെ സിംഹള ഭാഷ സംസാരിക്കുന്ന അവരുള്ളത് അധികം കൊളംബോ ഭാഗത്താണ്. ശരിക്കും ഈ തമിഴന്മാർ രണ്ടാം കിടക്കാരാണ് ഈ നാട്ടിൽ, ഈ ശ്രീലങ്കയിൽ. പേരെന്തൊക്കെ? കൊളംബോ ആണ്. അത് കടലിന്റെ നേരെ കരയിൽ തന്നെയാണ് ഇവിടെ ഒരു കോവിലുള്ളത്, അമ്പലമുള്ളത്. ഇത് പുതിയൊരു അമ്പലമാണ്. ഇവിടുത്തെ ചെറിയ തെങ്ങില് തേങ്ങ ഉണ്ടാകുന്ന കാണാം, കണ്ടില്ലേ? கச்சவடம் எங்க இருக்கு? கச்சவடம் எங்க இருக்கு? கச்சவடம் கஸ்டமர் இருக்கா? വലിയ തേങ്ങയാണ്. വലിയ തേങ്ങയാണിത്. എന്താ പറഞ്ഞ? എന്താ ചൊല്ലേ? ഇന്ത്യന്ന് വരുമാ? ഇന്ത്യയിൽ இது கடல் இருக்கு, எங்க ரோடு இருக்கு, எங்க குளம் இருக்கு, எங்க அம்பலம் இருக்கு. அம்பலம், குளம், ரோடு, கடல், கடலிന്റെ അറ്റത്ത് നാഗപട്ടണം ഇരിക്ക്. ഇവിടെ ഇപ്പോൾ ആരും ടൂറിസ്റ്റേഴ്സ് ഇല്ല. ഇപ്പം ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ലേഡീസാണ് വന്നിട്ടുണ്ട്. ലേഡീസ് ഓൺലി ഗ്രൂപ്പാണ്. ലേഡീസോ?
ലേഡീസ് വേണ്ട. ഈ അമ്പലത്തിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മള് പുരുഷന്മാര് ഷർട്ട് വരണം. നാഗപട്ടണത്തു നിന്ന് രാവിലെ 7 മണിക്ക് പിന്നെ ഫെറി സർവീസ് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ശ്രീലങ്കയിലെ കങ്കേഷൻ തുറയിലെത്തും. പിന്നെ തിരിച്ച് 1.5 മണിക്ക് യാത്ര പുറപ്പെട്ടിട്ട് നമ്മളെ നാഗപട്ടണത്ത് ഏകദേശം 5:30 തിരിച്ചെത്തും. അങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ ഉള്ളത്. ഇപ്പോൾ ചൊവ്വാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസമുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.